അർബുദരോഗം ബാധിച്ച വീട്ടമ്മ കിടപ്പാടത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. പാലക്കാട് കോട്ടോപ്പാട് സ്വദേശിനി ജമീലയാണ് ക്യാൻസറിന്റെ പിടിയിൽ ഉലയുമ്പോഴും തലചായ്ക്കാൻ ഇടത്തിനായി അലയുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് അനുവദിച്ചെങ്കിലും പണം ലഭിക്കാത്തതാണ് ദുരിതത്തിന് കാരണം. വിധവയായ ജമീല ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയ കുടിലിലാണ് നിലവിൽ താമസിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ച വീടിന്റെ നിർമ്മാണത്തിനുള്ള തുകയ്ക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് അർബുദരോഗിയായ ജമീല. സർക്കാരിന്റെ വീട് ലഭിക്കുമെന്ന് കേട്ട് സന്തോഷിച്ച ജമീല ഇപ്പോൾ രണ്ടാമത്തെ ഗഡുവിനായി 4 മാസങ്ങളായി അലയുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ പലതവണ കയറിയിറങ്ങിയിട്ടും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. വർഷങ്ങളായി താൽക്കാലികമായി കെട്ടിയ ഈ കുടിലിൽ ദുരിത ജീവിതം നയിക്കുന്ന ഇവരുടെ ദുരവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവരെ അവസ്ഥ ഒന്ന് കാണാം. ദിവസമാര് ഇതൊന്ന് കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ ഏസിന്റെ ഫിൽറ്ററൊക്കെ കഴുകിയിട്ട് നിങ്ങൾ കടന്നുറങ്ങണ്ടല്ലോ. നിങ്ങളെ പൂച്ചെടിക്ക് നനക്കണോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കടന്നുറങ്ങുന്ന സുഖത്തിലും ഇവരെ അവസ്ഥയൊന്ന് കണ്ടറിയാം. കാരണം ഉദ്യോഗസ്ഥന്മാരെയും കോട്ടപ്പാടത്തെ ചില ലീഗിന്റെ മെമ്പർമാരെയും കളികൊണ്ട് വന്നതാണ് ഈ ബുദ്ധിമുട്ട്. ഇവരെ വീടിന്റെ അവസ്ഥയൊന്ന് കാണാം. അപ്പോൾ ലീഗ് 1-2 മെമ്പർമാരെ ആ മെമ്പറോട് പ്രത്യേകിച്ച് പറയണം, പ്രസിഡന്റ് ശ്രദ്ധിച്ചോളും, ഇത് കളി കയ്യിന്ന് പോവും. പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങണതിന്റെ മുന്നേ ചീത്തപ്പേരുണ്ടാക്കാത്ത രീതിയിൽ ഈ സംഭവം നിങ്ങൾ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലോക്ക് മെമ്പർമാരോട്, ബ്ലോക്ക് ഉദ്യോഗസ്ഥന്മാരോട് ഇത്രയും നിങ്ങൾ ഈ തമ്മാടിത്തരം കാട്ടിയത് ഇങ്ങനെയും ഇല്ലൊരു വീട്ടിന്റെ ഒരാൾക്കാരാണ്. അപ്പൊ ഇത്രയും അവസ്ഥയുള്ളൊരു വീടിന്റെ അവസ്ഥ കണ്ടിട്ട് ഇനി നിങ്ങളിത് ശനിയാഴ്ചന്റെ ഉള്ളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താ ഇനി അവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയും. അപ്പൊ ആ ഒരു കോലത്തേക്ക് എത്തിച്ചാത്ത രീതിയിൽ മാന്യമായിട്ട് ഞങ്ങൾ പറയണു, ഇതിമേ ഇനി കളി നിർത്തുക. ഈ നിർത്തിയിട്ട് ഇത്രയും അവസ്ഥയിൽ കിടക്കണേ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വീടുണ്ടോന്ന് ചോദിച്ചറിയണ്ടേ? കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ വീട് കിടക്കുന്നത്. വിധവയായ ജമീലയും മകനും പേരക്കുട്ടികളും നിലവിൽ ഈ കുടിലിലാണ് താമസിക്കുന്നത്. അർബുദരോഗം മാനസികമായി തളർത്തുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങളും ജമീലയോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത്. ജമീലയ്ക്കും കുടുംബത്തിനും എത്രയും പെട്ടെന്ന് അടച്ചുറപ്പുള്ള ഒരു വീട് ലഭ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ആവശ്യം. ന്യൂസ് 18 പാലക്കാട്.